ഒരു ഹോളിവുഡ് സിനിമ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ചൊവ്വാഗ്രഹത്തിൽ തൊട്ട രാജ്യം, അതും ആദ്യ ശ്രമത്തിൽ തന്നെ. അതെ, ലോകത്തിലെ വമ്പൻ രാജ്യങ്ങൾ കോടികൾ ഒഴുക്കി പരാജയപ്പെട്ടിടത്താണ് ഇന്ത്യ ഈ അത്ഭുതം കാട്ടിയത്. എങ്ങനെയാണ് ISRO ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ തല ഉയർത്തിയത്? 1963 തിരുവനന്തപുരത്തെ ഒരു കൊച്ചു തീരദേശ ഗ്രാമമായ തുമ്പയിൽ നിന്ന് സൈക്കിളിന്റെ പിന്നിൽ റോക്കറ്റിന്റെ ഭാഗങ്ങൾ കെട്ടിവെച്ച് തുടങ്ങിയതാണ് ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര. അന്ന് പല വിദേശ മാധ്യമങ്ങളും ഇന്ത്യയെ പരിഹസിച്ചു. ദാരിദ്ര്യം നിറഞ്ഞ ഒരു രാജ്യത്തിന് എന്തിനാണ് റോക്കറ്റ് സയൻസ് എന്ന് ചോദിച്ചു. പക്ഷേ ആ പരിഹാസങ്ങൾക്കെല്ലാം ചരിത്ര വിജയം കൊണ്ടാണ് ഭാരതം മറുപടി നൽകിയത്. ഇന്ന് ലോകം മുഴുവൻ അസൂയയോടെയും അതിലേറെ ബഹുമാനത്തോടെയും നോക്കുന്ന ഒന്നായി നമ്മുടെ ISRO മാറിക്കഴിഞ്ഞു. മറ്റ് രാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും കുറഞ്ഞ ചെലവിൽ, എന്നാൽ 100% കൃത്യതയോടെ ഇന്ത്യ ബഹിരാകാശത്ത് വിപ്ലവം സൃഷ്ടിക്കുകയാണ്. ചന്ദ്രന്റെ ആരും തൊടാത്ത ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡ് ചെയ്ത രാജ്യം, ഒറ്റ ലോഞ്ചിൽ 104 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് ലോക റെക്കോർഡിട്ട പ്രതിഭകൾ. എന്താണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തെ ഇത്രമേൽ മഹത്തരമാക്കുന്നത്? ലോകത്തിന് മുന്നിൽ ISRO മാസ് കാണിച്ച ആ അവിശ്വസനീയമായ കഥ നമുക്ക് നോക്കാം. എന്നാ തുടങ്ങിയാലോ? നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഷാബു പ്രസാദ്. സയൻസും സ്പേസ് വിഷയങ്ങളും ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുന്ന സയൻസ് കോർണറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ISROയുടെ മാസ് ചരിത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും കാണാൻ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ISROയുടെ വിജയങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ എങ്ങനെയാണ് ബഹിരാകാശത്തെ വൻശക്തികളായതെന്ന് നമ്മൾ അറിയണം. യഥാർത്ഥത്തിൽ 20-ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവത്തിന്റെ പ്രധാന ചാലകശക്തി രണ്ടാം ലോകമഹായുദ്ധമായിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ഹിറ്റ്ലറുടെ ജർമ്മനിക്കായിരുന്നു മേൽക്കൈ. അന്ന് ജർമ്മനി നിർമ്മിച്ച V2 റോക്കറ്റുകൾ സഖ്യശക്തികളുടെ ഉറക്കം കെടുത്തിയിരുന്നു. ഇന്നത്തെ ബാലിസ്റ്റിക് മിസൈലുകളുടെ യഥാർത്ഥ പൂർവികരായിരുന്നു ഈ V2 റോക്കറ്റുകൾ. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവും ഇതുതന്നെ. അന്ന് ലണ്ടന് നേരെ മാത്രം ജർമ്മനി തൊടുത്തത് 1000-ലധികം V2 റോക്കറ്റുകളാണ്. എന്നാൽ യുദ്ധത്തിനൊടുവിൽ ജർമ്മനി തോറ്റു. സഖ്യശക്തികൾ ജർമ്മനി കീഴടക്കി. പക്ഷേ ജർമ്മനിയുടെ ആ പരാജയമാണ് ലോക സ്പേസ് റേസിന് വഴിത്തിരിവായത്. തോറ്റ ജർമ്മനിയിലെ ശാസ്ത്രജ്ഞരെ യുദ്ധക്കുറ്റവാളികളാക്കാനല്ല വിജയികൾ ശ്രമിച്ചത്. പകരം അമേരിക്ക അവരെ രഹസ്യമായി തങ്ങളുടെ നാട്ടിലേക്ക് കടത്തി. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഓപ്പറേഷൻ പേപ്പർ ക്ലിപ്പ് എന്നായിരുന്നു ഈ രഹസ്യ പദ്ധതിയുടെ പേര്. മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച നാസയുടെ പടുകൂറ്റൻ സാറ്റേൺ 5 റോക്കറ്റിന്റെ മുഖ്യശില്പി വെർണർ വോൺ ബ്രൗൺ ആരായിരുന്നു എന്നറിയാമോ? യുദ്ധകാലത്ത് സഖ്യശക്തികളെ വിറപ്പിച്ച അതേ V2 റോക്കറ്റുകൾ ഹിറ്റ്ലർക്ക് വേണ്ടി നിർമ്മിച്ച പ്രധാന ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അമേരിക്ക മാത്രമല്ല, ഇതേ നാണയത്തിൽ തന്നെയാണ് സോവിയറ്റ് യൂണിയനും കളിച്ചത്. ഓപ്പറേഷൻ ഒസാവിയാഖിം എന്ന പദ്ധതിയിലൂടെ അവരും 2000-ലധികം ജർമ്മൻ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും തങ്ങളുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയി. അവരായിരുന്നു പിൽക്കാലത്ത് സോവിയറ്റ് ബഹിരാകാശ പദ്ധതികളുടെ നട്ടെല്ലായി മാറിയത്. അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ അടുത്ത വൻശക്തി ചൈനയാണ്. എന്നാൽ ചൈന എങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയത്? അവിടെയാണ് അയൽക്കാരും കമ്മ്യൂണിസ്റ്റ് സഹോദരങ്ങളുമായിരുന്ന സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിലുള്ള രഹസ്യ കൊടുക്കൽ വാങ്ങലുകളുടെ കഥ വരുന്നത്. തുടക്കകാലത്ത് ചൈനയുടെ ബഹിരാകാശ പദ്ധതികൾക്കും റോക്കറ്റുകൾക്കും ആവശ്യമായ മുഴുവൻ സാങ്കേതിക സഹായങ്ങളും ചെയ്തത് സോവിയറ്റ് യൂണിയനായിരുന്നു. പക്ഷേ റഷ്യയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ചൈന അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു. റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ അതീവ മിടുക്കന്മാരായ ചൈന സോവിയറ്റ് യൂണിയൻ നൽകിയ സാങ്കേതിക വിദ്യകളുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് സ്വന്തം പേരിൽ മാറ്റി എഴുതാൻ തുടങ്ങി. നൈതികതയോ കോപ്പിറൈറ്റോ ഒന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല. തങ്ങളുടെ വിദ്യകൾ ചൈന അടിച്ചു മാറ്റുകയാണെന്ന് മനസ്സിലാക്കിയ സോവിയറ്റ് യൂണിയൻ പിന്നീട് ചൈനയുമായി കടുത്ത ശത്രുതയിലാവുകയും സഹായങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും ചൈനയ്ക്ക് വേണ്ടതെല്ലാം അവർ കൈക്കലാക്കിയിരുന്നു. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ചൈനീസ് ബഹിരാകാശ വാഹനങ്ങൾ. ചൈനയുടെ അഭിമാനമായ ഷെൻഷു സ്പേസ് ക്രാഫ്റ്റ് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും.
അത് റഷ്യയുടെ വിഖ്യാതമായ സൊയൂസ് പേടകത്തിൻ്റെ അച്ചിലിട്ട കോപ്പിയാണ്. ഡിസൈനിലും ഘടനയിലും മാത്രമല്ല, അതിൻ്റെ പ്രവർത്തന രീതിയിലും റഷ്യൻ പാരമ്പര്യം വ്യക്തമായി കാണാം. എന്നാൽ ഇന്ത്യക്ക് ഈ ആഡംബരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകൾ നീണ്ട അധിനിവേശത്തിനൊടുവിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്തിനു പകരം ദാരിദ്ര്യവും പട്ടിണിയും ആഭ്യന്തര കലാപങ്ങളും മാത്രമാണ് അവർ നമുക്ക് ബാക്കി വെച്ചത്. അന്യരാജ്യങ്ങളിൽ പോയി സാങ്കേതിക വിദ്യ വിലയ്ക്ക് വാങ്ങാനോ കോടിക്കണക്കിന് രൂപ ബഹിരാകാശ ഗവേഷണത്തിനായി ഒഴുക്കാനോ ഉള്ള സാമ്പത്തികം അന്നത്തെ ഭാരതത്തിനില്ലായിരുന്നു. ഒരു റോക്കറ്റ് വിക്ഷേപിക്കാൻ സ്വന്തമായി ഒരു ലോഞ്ച് പാഡ് പോലും ഇല്ലാതിരുന്ന കാലം. ഒടുവിൽ തിരുവനന്തപുരത്തെ തുമ്പ എന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു കത്തോലിക്ക പള്ളിയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ശാസ്ത്രജ്ഞർ തങ്ങളുടെ ഓഫീസ് തുടങ്ങിയത്. അവിടുത്തെ ബിഷപ്പിന്റെ വീട് ലബോറട്ടറിയാക്കി, പള്ളിക്കൂടം ഡിസൈൻ ഓഫീസാക്കി മാറ്റി. അവിടെയായിരുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളുടെ ജനനം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ലോക വൻശക്തികൾ അത്യാധുനിക ലാബുകളിൽ കോടികളുടെ മെഷീനുകൾ ഉപയോഗിച്ചപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞർ റോക്കറ്റിന്റെ ഭാഗങ്ങൾ സൈക്കിളിന്റെ പിന്നിൽ കെട്ടിവെച്ചാണ് ലോഞ്ച് പാഡിലേക്ക് എത്തിച്ചത്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയത് ഒരു കാളവണ്ടിയിലായിരുന്നു. വിദേശ മാധ്യമങ്ങൾ അന്ന് നമ്മളെ നോക്കി ചിരിച്ചു. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവർക്ക് എന്തിനാണ് ആകാശത്തെ നക്ഷത്രം എന്ന് ചോദിച്ച് അവർ കാർട്ടൂണുകൾ വരച്ച് പരിഹസിച്ചവരുടെ വായടപ്പിച്ചുകൊണ്ട് ISRO എന്ന അത്ഭുതം പിറന്നു. അതിന് ഈ രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ വിക്രം സാരാഭായ് എന്ന ധഷണാശാലിയോടാണ്. ഒരുപക്ഷെ അന്ന് വിക്രം സാരാഭായ് എന്ന മനുഷ്യൻ ഭാരതത്തിൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങൾ കടിത്തറ പാകിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ബഹിരാകാശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ സ്പേസ് റേസ് നടത്തിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. ആരാണ് വലിയ വൻശക്തി എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനും തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുമാണ് അവർ റോക്കറ്റുകൾ ഉണ്ടാക്കിയത്. എന്നാൽ വിക്രം സാരാഭായിയുടെ ലക്ഷ്യം അതൊന്നുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ചന്ദ്രനിലോ മറ്റ് ഗ്രഹങ്ങളിലോ പര്യവേക്ഷണം നടത്തുന്നതിൽ വൻശക്തികളോട് മത്സരിക്കാൻ വലിയ ആഗ്രഹമില്ല. എന്നാൽ സമൂഹത്തിലെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ നമ്മൾ ആർക്കും പിന്നിലാകരുത്. മറ്റ് രാജ്യങ്ങൾ യുദ്ധത്തിനും അധികാരത്തിനും വേണ്ടി ബഹിരാകാശത്തെ ഉപയോഗിച്ചപ്പോൾ ഭാരതം തങ്ങളുടെ ശാസ്ത്രത്തെ സാധാരണക്കാരൻ്റെ ജീവിതം മാറ്റാനാണ് ഉപയോഗിച്ചത്. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന കർഷകർക്ക് കൃത്യമായ കാലാവസ്ഥാ പ്രവചനം നൽകാനും ഉൾഗ്രാമങ്ങളിൽ പോലും വിദ്യാഭ്യാസവും ആശയവിനിമയവും എത്തിക്കാനുമാണ് ഇന്ത്യ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. ഈ ദീർഘവീക്ഷണമാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തെ ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നതും മഹത്തരമാക്കുന്നതും. ആദ്യകാലത്ത് ISROയുടെ പരിമിതികൾ പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്ത തരത്തിലായിരുന്നു. ഭൂമധ്യരേഖയോട് ഇക്വേറ്ററിനോട് ചേർന്ന് നിൽക്കുന്ന റോക്കറ്റ് വിക്ഷേപണത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം അന്വേഷിച്ച് രാജ്യം മുഴുവൻ നടക്കുകയായിരുന്നു വിക്രം സാരാഭായ്. ഒടുവിൽ ആ ധിഷണാശാലി വന്നെത്തിയത് തിരുവനന്തപുരത്തെ ഒരു മുക്കുവ ഗ്രാമമായ തുമ്പയിലായിരുന്നു. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രാർത്ഥനാലയമായിരുന്ന ലത്തീൻ കത്തോലിക്ക സഭയുടെ പള്ളിയും പള്ളിമേടയുമാണ് ഇന്ത്യയുടെ ശാസ്ത്രജ്ഞർക്കായി അവർ വിട്ടുകൊടുത്തത്. ആ പള്ളിമേടയായിരുന്നു ഭാരതത്തിൻ്റെ ആദ്യത്തെ ബഹിരാകാശ പരീക്ഷണശാല. അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം അമേരിക്കയിൽ നിന്നും ലഭിച്ച നൈക്കി അപ്പാച്ചെ എന്ന ചെറിയ സൗണ്ടിംഗ് റോക്കറ്റ് 1963 നവംബർ 21 തുമ്പ തീരത്ത് നിന്നും ആദ്യമായി കുതിച്ചുയർന്നപ്പോൾ അത് വെറുമൊരു റോക്കറ്റ് വിക്ഷേപണമായിരുന്നില്ല. ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഒരു മഹായുഗപ്പിറവിയുടെ ശംഖുലിയായിരുന്നു. നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? ഇന്നത്തെ പോലെ വലിയ എയർ കണ്ടീഷണറുകളോ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോ പോയിട്ട് ഒരു ഫാൻ പോലും ഇല്ലാത്ത പരീക്ഷണശാല, അവിടെ അങ്ങേയറ്റം അപകടം പിടിച്ച സ്ഫോടക വസ്തുക്കൾ വെറും അരക്കയ്യൻ ബനിയനും ധരിച്ച് കൈകാര്യം ചെയ്യുന്ന അബ്ദുൽ കലാമും മാധവൻ നായരുമൊക്കെ അടങ്ങുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരായ ശാസ്ത്രജ്ഞർ അന്ന് ആ കൊടും ചൂടിലും പ്രതികൂല സാഹചര്യങ്ങളിലും തുച്ഛമായ സർക്കാർ ശമ്പളത്തിൽ അവർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ ഏറ്റവും വലിയ പ്രേരക ശക്തി എന്തായിരുന്നു എന്നറിയാമോ? മുന്നിൽ നിന്ന് നയിച്ച വിക്രം സാരാഭായ് എന്ന ലീഡറും ഉള്ളിൽ കത്തിയെരിഞ്ഞ ഭാരതം എന്ന വികാരവും മാത്രമായിരുന്നു. വിക്രം സാരാഭായിയുടെ ആകസ്മികമായ എന്നാൽ ഇന്നും ദുരൂഹതകൾ നിറഞ്ഞതുമായ ആ മരണം ഭാരതത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു.
പക്ഷേ അദ്ദേഹം തുടക്കമിട്ട പ്രൊഫഷണലിസത്തിൻ്റെ സംസ്കാരം അപ്പോഴേക്കും ISROയിൽ ശക്തമായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ഭാരതത്തിൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങൾ ഏറ്റെടുത്തത് പ്രൊഫസർ സതീഷ് ധവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ ഇന്നത്തെ ഇന്ത്യയുടെ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. ഇന്ത്യക്ക് സൗണ്ടിംഗ് റോക്കറ്റുകളിൽ നിന്ന് വലിയ റോക്കറ്റുകളിലേക്കും ഖര എഞ്ചിനുകളിൽ നിന്ന് അതിശക്തമായ ലിക്വിഡ് എഞ്ചിനുകളിലേക്കും വളരുക തന്നെ വേണമായിരുന്നു. പക്ഷേ ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യാൻ പോലും പണമില്ലാത്ത കാലത്ത് ഈ ലിക്വിഡ് എഞ്ചിൻ ടെക്നോളജി വിദേശത്ത് നിന്നും വാങ്ങുക അസാധ്യമായിരുന്നു. എന്നാൽ അതിനായി സതീഷ് ധവാൻ കണ്ടെത്തിയ മാർഗം ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു. ഫ്രാൻസിന്റെ ബഹിരാകാശ പദ്ധതികൾ അതിവേഗം മുന്നേറുന്ന കാലമായിരുന്നു അത്. അവർ തങ്ങളുടെ വിഖ്യാതമായ വൈക്കിംഗ് എഞ്ചിൻ വികസിപ്പിക്കുകയാണ്. എന്നാൽ ഫ്രാൻസിന് ആവശ്യമായ വിദഗ്ധരായ ശാസ്ത്രജ്ഞരോ മാൻ പവറോ ഇല്ലായിരുന്നു. ഈ അവസരം സതീഷ് ധവാൻ കൃത്യമായി ഉപയോഗിച്ചു. അദ്ദേഹം ഫ്രാൻസുമായി ഒരു കരാറിലെത്തി. അതനുസരിച്ച് ISROയിൽ നിന്ന് തിരഞ്ഞെടുത്ത എണ്ണം പറഞ്ഞ ഒരു ടീമിനെ ഫ്രാൻസിലേക്ക് അയച്ചു. ഈ ശാസ്ത്രജ്ഞർ ISRO കൊടുക്കുന്ന ശമ്പളത്തിൽ ഫ്രാൻസിൽ പോയി അവരുടെ പ്രോജക്റ്റിൽ ജോലി ചെയ്യും. പകരം ഫ്രാൻസിന്റെ വൈക്കിംഗ് എഞ്ചിൻ സാങ്കേതികവിദ്യ അടുത്തറിഞ്ഞ് പഠിക്കും. അങ്ങനെ 2-3 വർഷം അവർ ഫ്രാൻസിൽ കഠിനാധ്വാനം ചെയ്ത് ആ അത്യാധുനിക സാങ്കേതികവിദ്യ മുഴുവൻ പഠിച്ചെടുത്തു. അവർ മടങ്ങി വന്ന് ആ എഞ്ചിൻ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച് ഭാരതത്തിൽ നിർമ്മിച്ചു. ഡോക്ടർ വിക്രം സാരാഭായിയോടുള്ള ആദരസൂചകമായി ആ എഞ്ചിന് അവർ ഒരു പേരിട്ടു, വികാസ്. വിക്രം അംബാല സാരാഭായ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അതെ, ഇന്ന് ഇന്ത്യയുടെ വിശ്വസ്ത വാഹനമായ PSLVയുടെയും നമ്മുടെ ഏറ്റവും കരുത്തനായ LVM-3 റോക്കറ്റിൻ്റെയും ഒക്കെ 2ാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ആ അതിശക്തമായ ലിക്വിഡ് എഞ്ചിൻ ഇതാണ്. സതീഷ് ധവാന്റെ ആ ഒരൊറ്റ ദീർഘവീക്ഷണവും തീരുമാനവും കൊണ്ടാണ് കോടികൾ വിലമതിക്കുന്ന അങ്ങേയറ്റം സങ്കീർണമായ ഈ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് ഏതാണ്ട് സൗജന്യമായി സ്വന്തമാക്കാൻ കഴിഞ്ഞത്. SLV-3 പദ്ധതിയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച അപ്പോളോ പദ്ധതിയുടെ മുഖ്യശില്പിയായ വെർണർ വോൺ ബ്രൗൺ ISROയുടെ പ്രവർത്തനങ്ങൾ കണ്ട ശേഷം ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ പ്രതിഭയെയും ആത്മസമർപ്പണത്തെയും അഭിനന്ദിച്ചു. അമേരിക്കയുടെ നേട്ടങ്ങൾക്ക് പിന്നിൽ വൻ വിഭവങ്ങളും വലിയ ബജറ്റുമുണ്ടെങ്കിൽ ഇന്ത്യയുടെ ശക്തി പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് അസാധാരണ ഫലങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. SLV, ASLV കാലത്തിന് ശേഷം 1993-ൽ ISROയുടെ യഥാർത്ഥ പടക്കുതിരയായ PSLVയുടെ ജൈത്രയാത്ര തുടങ്ങിയതോടെ ഭാരതത്തിൻ്റെ ബഹിരാകാശത്തെ യശസ് അസൂയാവഹമായ രീതിയിൽ ഉയർന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം സക്സസ് റേറ്റുള്ള ഒരു വിക്ഷേപണ വാഹനമാണിത്. ആദ്യ ശ്രമത്തിൽ തന്നെ ഒരു ഗോളാന്തര ദൗത്യമായ മംഗൾയാൻ വിജയിപ്പിച്ച ഒരേയൊരു രാജ്യമാണ് ഭാരതം. ആ ദൗത്യത്തിൻ്റെ നട്ടല്ലായിരുന്നതും ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതുമെല്ലാം PSLVയിലൂടെയായിരുന്നു. 2014-ൽ മംഗൾയാൻ വിജയിച്ചതിന് ശേഷം ഒരു പരാമർശം ശ്രദ്ധേയമായിരുന്നു. ചൊവ്വ വരെ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചു പോയാൽ വരുന്ന ചെലവിനേക്കാളും കുറവായിരുന്നു മംഗൾയാൻ പ്രോജക്റ്റിൻ്റെ ആകെ ചെലവ്. വിഖ്യാത ഹോളിവുഡ് സിനിമയായ ഗ്രാവിറ്റിക്ക് ചെലവായത് 1000ഓളം കോടി രൂപയാണെങ്കിൽ മംഗൾയാൻ്റെ ചെലവ് വെറും 450 കോടി രൂപയായിരുന്നു. 9 മാസം ആയുസ് കൽപ്പിക്കപ്പെട്ട ആ പേടകം പ്രവർത്തിച്ചതാകട്ടെ നീണ്ട 9 വർഷങ്ങളും. PSLVയും GSLVയും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും വിശ്വസ്തമായ LVM-3 റോക്കറ്റിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ലോവർ ഓർബിറ്റിലേക്ക് 10,000 കിലോഗ്രാം വരെ ഭാരം വിക്ഷേപിക്കാവുന്ന ഈ കരുത്തൻ ഹെവി ലിഫ്റ്റ് റോക്കറ്റ് ഇതുവരെ പരാജയമറിഞ്ഞിട്ടില്ല. ചന്ദ്രയാൻ 2ഉം 3ഉം എല്ലാം വിക്ഷേപിച്ചത് ഈ റോക്കറ്റിലാണ്. ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ഈറ്റില്ലമായ അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും ചെലവേറിയതും ഭാരമേറിയതുമായ ഉപഗ്രഹങ്ങൾ പോലും ഇന്ന് ബഹിരാകാശം പോകുന്നത് ഈ കരുത്തൻ്റെ തോളിലേറിയാണ്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ISROയിലെ മുൻനിര ശാസ്ത്രജ്ഞരുടെ ലിസ്റ്റിൽ IIT പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ വളരെ വളരെ കുറവാണ് എന്നതാണ്. നമ്മുടെ രാജ്യത്തെ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങി കഠിനാധ്വാനം കൊണ്ട് ISROയിൽ എത്തിയവരാണ് ഇതിലെ മഹാഭൂരിപക്ഷവും.
IIT-കളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന മിടുക്കരായ ചെറുപ്പക്കാരെ കാത്തിരിക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനികളുടെ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പള ഓഫറുകളാണ്. എന്നാൽ ഒരു സർക്കാർ സ്ഥാപനമായ ISROയ്ക്ക് അത്രയും വലിയ തുകകൾ നൽകാൻ കഴിയില്ല. മുൻ ISRO ചെയർമാനായിരുന്ന സോമനാഥ് സാറുമായി ഞാൻ നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് IIT-യിൽ നിന്ന് പാസ്സായിറങ്ങുന്ന ഒരു തുടക്കക്കാരന് ലഭിക്കുന്ന ശമ്പളം പലപ്പോഴും ISRO ചെയർമാന്റെ ശമ്പളത്തേക്കാൾ കൂടുതലാണ് എന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, കോടികളുടെ ഓഫറുകൾ വേണ്ടെന്ന് വെച്ച് ഈ ശാസ്ത്രജ്ഞരെ ഇവിടെ നിലനിർത്തുന്നത് ആ പണമല്ല, മറിച്ച് ഈ രാജ്യത്തോടുള്ള അവരുടെ അടങ്ങാത്ത സമർപ്പണവും രാജ്യസ്നേഹവും മാത്രമാണ്. നമുക്ക് പ്രമുഖ രാജ്യങ്ങളുടെ സ്പേസ് ബജറ്റുകൾ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോഴേ ഈ അത്ഭുതത്തിന്റെ യഥാർത്ഥ വ്യാപ്തി നമുക്ക് മനസ്സിലാകും. ലോകവൻശക്തിയായ അമേരിക്കയുടെ നാസയുടെ ഒരു വർഷത്തെ ബജറ്റ് ഏതാണ്ട് 4.5 ലക്ഷം കോടി രൂപയാണ്. തൊട്ടു പിന്നിലുള്ള ചൈനയുടേത് 1.5 ലക്ഷം കോടി രൂപ. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടേത് 1 ലക്ഷം കോടി രൂപയാണ്. ഇനി റഷ്യയുടെ നോക്കിയാൽ അത് ഏതാണ്ട് 80,000-90,000 കോടി രൂപ വരും. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വന്തം ISROയുടെ ബജറ്റ് എത്രയെന്ന് ഊഹിക്കാൻ കഴിയുമോ? 50,000 കോടി? പോട്ടെ 30,000 കോടി? അല്ല കൂട്ടുകാരെ, 13,000 കോടി രൂപ. യൂറോപ്പിൻ്റെയോ അമേരിക്കയുടെയോ ബജറ്റിൻ്റെ 10-1 പോലും വരാത്ത ഈ പരിമിതമായ തുകയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ മഹാതപസ്സുകളായ ശാസ്ത്രജ്ഞർ ഭാരതത്തിൻ്റെ യശസ് ബഹിരാകാശവും കടത്തി വിണ്ണോളം ഉയർത്തുന്നത്. കോടികളുടെ ആഡംബരങ്ങളല്ല, മറിച്ച് കഠിനാധ്വാനവും ബുദ്ധിയുമാണ് വിജയത്തിൻ്റെ യഥാർത്ഥ രഹസ്യമെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ച നമ്മുടെ സ്വന്തം ISROയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ ചരിത്രം അഭിമാനം നൽകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജയ് ഹിന്ദ് എന്ന് ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സയൻസ് കോർണറിലെ ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സയൻസ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.